ഒരു പെണ്ണിന് ഒട്ടും താല്പര്യമില്ലാതെ ഒരാളെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഭർത്താവ് തളർച്ചയിലാകുകയും അങ്ങനെ അതിനുശേഷം അയാൾ മരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ ഇവൾക്ക് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ അഫെയർ അറിഞ്ഞു വെച്ചിട്ടാണ് വീട്ടുകാർ ഇവളെ കല്യാണത്തിന് നിർബന്ധിച്ചതും കല്യാണം നടത്തിയതുമെല്ലാം. ഇയാളുടെ മരണശേഷം, ഭർത്താവിൻ്റെ മരണശേഷം ഇവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഭർത്താവിൻ്റെ അമ്മ ഇതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ എല്ലാവരും അറിഞ്ഞ് ഇതിനെതിരെ തിരിയുന്നു. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഇതുപോലുള്ള ആത്മസംഘർഷങ്ങളെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു 2024 ഇറങ്ങിയൊരു ഡ്രാമ മൂവിയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരുന്നത് ക്രിസ്റ്റോ ടോമിയാണ്. ദ സയനൈഡ് കറി എന്ന് പറയുന്ന ജോളി ജോസഫ് കേസിനെ ബേസ് ചെയ്ത് ഡോക്യുമെൻ്ററി എടുത്ത ക്രിസ്റ്റോ ടോമി. അഭിനയിച്ചിരിക്കുന്നത് ഉർവശി ചേച്ചിയും പാർവതി തിരുവോത്തുമാണ്. നല്ല പെർഫോമൻസ് ഈ സിനിമയിൽ കാണാം. നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാം. പക്ഷേ അത്യാവശ്യം നല്ല സ്ലോ പേസിൽ പോകുന്നൊരു സിനിമയാണ്. കണ്ടൻറ് വൈസിലും അത്യാവശ്യം നല്ല സ്ലോയിലാണ് പോകുന്നത്. ആ ഒരു ഇതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സിനിമ പെർഫോമൻസ് വൈസ് ഈ സിനിമ നല്ലൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല സ്ലോ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു നല്ല ലാഗ് അടിച്ച് തന്നെയാണ് ഈ സിനിമ പോകുന്നത്. ആ ഒരു മൂഡിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. കണ്ടു നോക്കുക.